ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ആലുവ ഫാം ഫെസ്റ്റ് മെയ് 5 തുടങ്ങും. നാടിന്റെ കാർഷിക പൈതൃകത്തെയും കാർഷിക സംസ്കൃതിയെയും പുതുതലമുറയ്ക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും അവസരമൊരുക്കി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഈ മാസം 5, 6, 7 തീയതികളിൽ ആലുവ ഫാം ഫെസ്റ്റ് നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക പ്രദർശന വിപണനമേള, സെമിനാറുകൾ, ഡോക്യുമെന്ററി, വീഡിയോ പ്രദർശനം, മഡ് പ്ലേ, ചൂണ്ടയിടൽ, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ ഫാം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 6 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. മെയ് 5-ന് 8:30 കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മെയ് 7-ന് 2 മണിക്ക് സമാപന സമ്മേളനം നടക്കും. എല്ലാ ദിവസവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 15 ഏക്കറിലായി പെരിയാറിനോട് ചേർന്ന് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആലുവ തുരുത്തിൽ ഗുണമേന്മയുള്ള നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആലുവ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം ധാരാളം വൈവിധ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സംയോജിത ഫാമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി മാറിയ ആലുവ ഫാമിൽ നെല്ലിനു പുറമെ പച്ചക്കറി വിത്തുകൾ, തെങ്ങിൻ തൈകൾ, കുരുമുളക് വള്ളികൾ, അലങ്കാര സസ്യങ്ങൾ, പച്ചക്കറി തൈകൾ എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ ആട്, കോഴി, താറാവ്, മത്സ്യകൃഷി എന്നിവ സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ പരമാവധി ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്ന മാതൃകയായി ഈ കേന്ദ്രം മാറിയിട്ടുണ്ട്. ഫാം ടൂറിസത്തിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്തും കൃഷിവകുപ്പും നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴയോരത്തുകൂടി നടക്കുന്നതിനുള്ള വാക്വേ, ട്രെയിനിംഗ് സെന്റർ, തൂക്കുപാലം എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ആലുവ പാലസിൽ നിന്ന് ബോട്ട് മാർഗവും ദേശം ഭാഗത്ത് നിന്ന് ചങ്ങാടത്തിലും തുരുത്തു ഭാഗത്ത് നിന്ന് റെയിൽവേ പാളം മുറിച്ചു കടന്നുമാണ് ഫാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പത്രസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ, ഫാം സൂപ്രണ്ട് ലിസിമോൾ J വട്ടക്കൂട്ട്, ഫാം കൗൺസിൽ അംഗം A ശംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. പ്രവേശനം സൗജന്യമാണ്. സമാപന ദിവസം 7-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സമാപന സമ്മേളനം. പിന്നെ വിവിധ അവിടുത്തെ തൊഴിലാളികൾ ഒരു 3 ദിവസക്കാലം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫാം ഫെസ്റ്റായി മാറ്റുകയാണ്. സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ ചൂണ്ടയിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ട് സവാരി ഉണ്ട്. മുളങ്കാട്ടിൽ ആണ് നമ്മൾ ഈ ഫാം ഫെസ്റ്റിന്റെ ഒരു ആകർഷണീയമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രചാരം എല്ലാവരും കൊടുത്ത് പരിപാടി നടന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു ചർച്ച ഈ ഫാമിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു പിന്തുണ കൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ഫാം ഫെസ്റ്റിന് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം പറയണം. ന്യൂസ് ബ്യൂറോ, ആലുവ.